കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുകെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു, കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചുകെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBC ലേഖനം വരെ വന്നു. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. BBC തന്നെ അത് കറക്റ്റ് ചെയ്തു. അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിന്റെ ആദ്യ അവകാശവാദം. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. ഗവൺമെന്റ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. രാജ്യത്തെ GDPയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8%. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും സ്റ്റാഗ്നന്റ് ആയി നിൽക്കുകയാണ്. 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും GST രജിസ്ട്രേഷൻ വേണം. പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഇത് കൊണ്ടുവന്നാൽ അതിന്റെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും GST രജിസ്ട്രേഷൻ നടത്തും. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷന്റെ പരിധിക്ക് താഴെ എടുത്ത് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണ്ടേ? കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയെന്നറിയാം? 30,000. സർക്കാരിന്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSMEകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് മീഡിയം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ കണക്ക് അത്രയുള്ളൂ. ഇനി അത് തന്നെ എങ്ങനെ വന്നു? കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി MSMEയിൽ വരുമെന്നാണ്. വർഷങ്ങളായി 20, 30, 40, 50 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ MSME ആയി മാറി. അങ്ങനെയാണ് 64,000 തന്നെ വന്നത്. അപ്പോഴും 3 ലക്ഷം ഒന്നും ആരും പറയുന്നില്ല.